വെൽക്കം ടു വൈൽഡ് മാലോ. ഇന്നത്തെ വീഡിയോ 2025 ഫെബ്രുവരി മാസം തൊഴിൽ വാർത്തയുടെ 4-ാമത്തെ ലക്കത്തിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ടെസ്റ്റാണ്. കേരളത്തിലെ ഏത് നവോത്ഥാന നായകന്റെ 200ാമത് ജന്മവാർഷികമാണ് 2025 ജനുവരി 7-ന് ആഘോഷിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കേരളത്തിലെ ഏത് നവോത്ഥാന നായകന്റെ 200ാമത് ജന്മവാർഷികമാണ് 2025 ജനുവരി 7-ന് ആഘോഷിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. രാജ്യത്തു നിന്നും സ്വന്തം പാർട്ടിയിൽ നിന്നും രാജിവെച്ച കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. രാജ്യത്തു നിന്നും സ്വന്തം പാർട്ടിയിൽ നിന്നും രാജിവെച്ച കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. പ്രധാന ഓഫീസുകളിലൊന്നായ കൂരിയയുടെ മേധാവിയായി മാർപ്പാപ്പ നിയമിച്ച വനിത സിമോണ ബ്രാംവെല്ല. പ്രധാന ഓഫീസുകളിൽ ഒന്നായ കൂരിയയുടെ മേധാവിയായി മാർപ്പാപ്പ നിയമിച്ച വനിത സിമോണ ബ്രാംവെല്ല. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 വീരമണിദാസൻ. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 വീരമണിദാസൻ. അടുത്തിടെ അന്തരിച്ച തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനും കൂടിയായിരുന്ന പത്രാധിപർ എസ് ജയചന്ദ്രൻ നായർ. അടുത്തിടെ അന്തരിച്ച തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനും കൂടിയായിരുന്ന പത്രാധിപർ എസ് ജയചന്ദ്രൻ നായർ. 2025 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാര ജേതാക്കൾ മനു ഭാക്കർ, ഡി ഗുകേഷ്, ഹർമൻ പ്രീത് സിംഗ്, പ്രവീൺ കുമാർ. 2025 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാര ജേതാക്കൾ മനു ഭാക്കർ, ഡി ഗുകേഷ്, ഹർമൻ പ്രീത് സിംഗ്, പ്രവീൺ കുമാർ. ലോകത്ത് വായുമലിനീകരണം ഏറ്റവും കൂടുതലുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ലാഹോർ, പാകിസ്ഥാൻ. ലോകത്ത് വായുമലിനീകരണം ഏറ്റവും കൂടുതലുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ലാഹോർ, പാകിസ്ഥാൻ. 1901 ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ വർഷം 2024. 1901 ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ വർഷം 2024. 2025 ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല തൃശൂർ. 2025 ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല തൃശൂർ. ഉപ്പായി മാപ്ല എന്ന കാർട്ടൂൺ കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് അടുത്തിടെ അന്തരിച്ചു. പേര് ജോർജ് കുമ്പനാട്. ഉപ്പായി മാപ്ല എന്ന കാർട്ടൂൺ കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് അടുത്തിടെ അന്തരിച്ചു. പേര് ജോർജ് കുമ്പനാട്. ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച അടുത്തിടെ അന്തരിച്ച ശാസ്ത്രജ്ഞൻ ഡോക്ടർ ആർ ചിദംബരം. ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച അടുത്തിടെ അന്തരിച്ച ശാസ്ത്രജ്ഞൻ ഡോക്ടർ ആർ ചിദംബരം. ബഹിരാകാശത്ത് ആദ്യമായി ഇന്ത്യയുടെ പയർ വിത്തുകൾ മുളപ്പിച്ചത് ഏത് പേടകത്തിലാണ്? പോയം 4. ബഹിരാകാശത്ത് ആദ്യമായി ഇന്ത്യയുടെ പയർ വിത്തുകൾ മുളപ്പിച്ചത് ഏത് പേടകത്തിലാണ്? പോയം 4. യുഎസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം എത്ര പേർക്കാണ് അടുത്തിടെ സമ്മാനിച്ചത്? 19. യുഎസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം എത്ര പേർക്കാണ് അടുത്തിടെ സമ്മാനിച്ചത്? 19. 2024 ഡിസംബർ 29 അന്തരിച്ച ജപ്പാൻകാരിയായ ടോമിക്കോ ഈഡുക ഏത് നിലയിൽ പ്രസിദ്ധയായ വനിതയാണ്? ലോകത്തെ ഏറ്റവും പ്രായമുള്ള വ്യക്തി. 2024 ഡിസംബർ 29 അന്തരിച്ച ജപ്പാൻകാരിയായ ടോമിക്കോ ഈഡുക ഏത് നിലയിൽ പ്രസിദ്ധയായ വനിതയാണ്? ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള വ്യക്തി. ക്യാമ്പസിൽ വ്യവസായശാല പദ്ധതി പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യ യൂണിറ്റ് ആരംഭിച്ചത് എവിടെ? പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്. ക്യാമ്പസിൽ വ്യവസായശാല പദ്ധതി പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യ യൂണിറ്റ് ആരംഭിച്ചതെവിടെ? പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്. കേസന്വേഷണത്തിന്റെ പേരിൽ മാധ്യമപ്രവർത്തകരുടെ ഫോൺ പിടിച്ചെടുക്കുന്നത് ഏത് നിയമത്തിന്റെ ലംഘനമാണെന്നാണ് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കിയത്?
1978 പ്രസ് കൗൺസിൽ നിയമം. കേസ് അന്വേഷണത്തിന്റെ പേരിൽ മാധ്യമപ്രവർത്തകരുടെ ഫോൺ പിടിച്ചെടുക്കുന്നത് ഏത് നിയമത്തിന്റെ ലംഘനമാണെന്നാണ് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. 1978 പ്രസ് കൗൺസിൽ നിയമം. ലബനൻ പ്രധാനമന്ത്രിയായി പ്രസിഡന്റ് ജോസഫ് ഓൺ നിർദ്ദേശിച്ചത് ആരെയാണ്? നവാഫ് സലാം. ലബനൻ പ്രധാനമന്ത്രിയായി പ്രസിഡന്റ് ജോസഫ് ഓൺ നിർദ്ദേശിച്ചത് ആരെയാണ്? നവാഫ് സലാം. നിയമപരമായി വ്യക്തിത്വം ലഭിച്ച ന്യൂസിലാൻഡിലെ പർവ്വതമേത്? തരാനാക്കി മൗക. നിയമപരമായി വ്യക്തിത്വം ലഭിച്ച ന്യൂസിലാൻഡിലെ പർവ്വതം ഏത്? തരാനാക്കി മൗക. സംസ്ഥാനത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത് എവിടെ? മയിലാട്ടി, കാസർഗോഡ്. സംസ്ഥാനത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത് എവിടെ? മയിലാട്ടി, കാസർഗോഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല? ത്രിഭുവൻ സഹകാരി സർവകലാശാല, ഗുജറാത്ത്. അംബാസിഡർ മഞ്ജു വാര്യർ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല ത്രിഭുവൻ സഹകാരി സർവകലാശാല, ഗുജറാത്ത്. അംബാസിഡർ മഞ്ജു വാര്യർ. 2025 AI ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ്. 2025 AI ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ്. സംസ്ഥാനത്തെ മികച്ച രക്തബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തെരഞ്ഞെടുത്തത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. സംസ്ഥാനത്തെ മികച്ച രക്തബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തെരഞ്ഞെടുത്തത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. ഈ അടുത്ത് പുറത്തിറങ്ങാനിരുന്ന സോഴ്സ് കോഡ് മൈ ബിഗിനിങ് എന്ന ഓർമ്മക്കുറിപ്പ് ആരുടേതാണ്? ബിൽ ഗേറ്റ്സ്. ഈ അടുത്ത് പുറത്തിറങ്ങാനിരിക്കുന്ന സോഴ്സ് കോഡ് മൈ ബിഗിനിങ് എന്ന ഓർമ്മക്കുറിപ്പ് ആരുടേതാണ്? ബിൽ ഗേറ്റ്സ്. ദേശീയ ഗെയിംസിൽ കേരളത്തിനു വേണ്ടി ഏറ്റവും അധികം മെഡലുകൾ സ്വന്തമാക്കിയ താരം എന്ന റെക്കോർഡ് ആർക്കാണ്? സജൻ പ്രകാശ്. 4 ദേശീയ ഗെയിംസിലായിട്ട് 30 മെഡലുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ദേശീയ ഗെയിംസിൽ കേരളത്തിനു വേണ്ടി ഏറ്റവും അധികം മെഡലുകൾ സ്വന്തമാക്കിയ താരം എന്ന റെക്കോർഡ് ആർക്കാണ്? സജൻ പ്രകാശ്. 4 ദേശീയ ഗെയിംസിലായിട്ട് 30 മെഡലുകൾ സ്വന്തമാക്കി. MT വാസുദേവൻ നായർക്ക് സ്മാരകമൊരുക്കുന്നത് എവിടെ? തുഞ്ചൻ പറമ്പ്. MT വാസുദേവൻ നായർക്ക് സ്മാരകമൊരുക്കുന്നത് എവിടെ? തുഞ്ചൻ പറമ്പ്. 5 വർഷത്തിൽ ആദ്യമായി RBI റിപ്പോ നിരക്ക് കുറച്ചു. നിലവിലെ റിപ്പോ നിരക്ക് എത്ര? 6.25. 5 വർഷത്തിൽ ആദ്യമായി RBI റിപ്പോ നിരക്ക് കുറച്ചു. നിലവിലെ റിപ്പോ നിരക്ക് എത്ര? 6.25. ഉത്തരാഖണ്ഡിന് പിന്നാലെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഉത്തരാഖണ്ഡിന് പിന്നാലെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഗുജറാത്ത്. ചാറ്റ് ജിപിടിയുടെ സൃഷ്ടാവായ ഏതു വ്യക്തിയാണ് ഈയിടെ ഇന്ത്യ സന്ദർശിച്ചത്? സാം ആൾട്ട്മാൻ. ചാറ്റ് ജിപിടിയുടെ സൃഷ്ടാവായ ഏത് വ്യക്തിയാണ് ഈയിടെ ഇന്ത്യ സന്ദർശിച്ചത്? സാം ആൾട്ട്മാൻ. ക്യാൻസർ നേരത്തെ കണ്ടെത്തി തുടർ പരിശോധനകൾക്ക് ആളുകളെ സജ്ജമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ക്യാൻസർ നേരത്തെ കണ്ടെത്തി തുടർ പരിശോധനകൾക്ക് ആളുകളെ സജ്ജമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ഏത് കനാൽ തിരിച്ചെടുക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അവിടം സന്ദർശിച്ചത്? പനാമ. ഏത് കനാൽ തിരിച്ചെടുക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അവിടെ സന്ദർശിച്ചത്? പനാമ കനാൽ. അണ്ടർ-19 വനിതാ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ സെഞ്ചുറി നേടിയ താരം ജി തൃഷ. അണ്ടർ-19 വനിതാ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ സെഞ്ചുറി നേടിയ താരം ജി തൃഷ. ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിൽ ഏത് ഇനത്തിലാണ് കേരള ടീം വനിതാ വിഭാഗത്തിൽ സ്വർണവും പുരുഷ വിഭാഗത്തിൽ വെള്ളിയും നേടിയത്? വോളിബോൾ. ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിൽ ഏത് ഇനത്തിലാണ് കേരള ടീം വനിതാ വിഭാഗത്തിൽ സ്വർണവും പുരുഷ വിഭാഗത്തിൽ വെള്ളിയും നേടിയത്? വോളിബോൾ. ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിൽ 81 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിംഗിൽ വെങ്കലം നേടിയ മലയാളി അഞ്ജന ശ്രീജിത്ത്. ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിൽ 81 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിംഗിൽ വെങ്കലം നേടിയ മലയാളി അഞ്ജന ശ്രീജിത്ത്. ത്രസ്റ്ററുകൾ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് ഭ്രമണപഥം ഉയർത്തുന്നതിൽ തടസ്സം നേരിട്ടത് ഈയിടെ ഇന്ത്യ വിക്ഷേപിച്ച ഏത് ഉപഗ്രഹത്തിലാണ്? NVS-02.
ത്രസ്റ്ററുകൾ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് ഭ്രമണപഥം ഉയർത്തുന്നതിൽ തടസ്സം നേരിട്ടത് ഈയിടെ ഇന്ത്യ വിക്ഷേപിച്ച ഏത് ഉപഗ്രഹത്തിലാണ്? NVS-02. ആഴക്കടൽ പര്യവേഷണത്തിനായി ശാസ്ത്രജ്ഞരെ അയക്കുന്ന ഇന്ത്യയുടെ ദൗത്യം സമുദ്രയാൻ. ആഴക്കടൽ പര്യവേഷണത്തിനായി ശാസ്ത്രജ്ഞരെ അയക്കുന്ന ഇന്ത്യയുടെ ദൗത്യം സമുദ്രയാൻ. ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിൽ 15 കിലോമീറ്റർ സ്ക്വാറ്റ് സൈക്ലിംഗിൽ കേരളത്തിനായി വെള്ളി നേടിയത് SS അദ്വൈത് ശങ്കർ. ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിൽ 15 കിലോമീറ്റർ സ്ക്വാറ്റ് സൈക്ലിംഗിൽ കേരളത്തിനായി വെള്ളി നേടിയത് SS അദ്വൈത് ശങ്കർ. ലോക ചെസ്സിലെ വിംബിൾഡൺ എന്നറിയപ്പെടുന്ന ടാറ്റ സ്റ്റീൽ ചെസ് കിരീടം നേടിയത് R പ്രജ്ഞാനന്ദ. ലോക ചെസ്സിലെ വിംബിൾഡൺ എന്നറിയപ്പെടുന്ന ടാറ്റ സ്റ്റീൽ ചെസ് കിരീടം നേടിയത് R പ്രജ്ഞാനന്ദ. അണ്ടർ-19 വനിതാ ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ നിക്കി പ്രസാദ്. അണ്ടർ-19 വനിതാ ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ നിക്കി പ്രസാദ്. അണ്ടർ-19 വനിതാ ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് വൈഷ്ണവി ശർമ്മ. അണ്ടർ-19 വനിതാ ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് വൈഷ്ണവി ശർമ്മ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്തത് എവിടെ? തെലുങ്കാന. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്തതെവിടെ? തെലുങ്കാന. രാജ്യത്ത് ഏറ്റവും കുറവ് സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്തത് മിസോറാം, ലക്ഷദ്വീപ്. രാജ്യത്ത് ഏറ്റവും കുറവ് സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്തത് മിസോറാം, ലക്ഷദ്വീപ്. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്ക്? S സോമനാഥ്. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? S സോമനാഥ്. അടുത്തിടെ അന്തരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നവീൻ ചൗള. അടുത്തിടെ അന്തരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നവീൻ ചൗള. അടുത്തിടെ അന്തരിച്ച സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക പീപ്പിൾസ് ഓർഗനൈസേഷന്റെ സ്ഥാപക അംഗവും ആദ്യ പ്രസിഡന്റുമായിരുന്ന വ്യക്തി സാം നുയോമ. അടുത്തിടെ അന്തരിച്ച സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക പീപ്പിൾസ് ഓർഗനൈസേഷന്റെ സ്ഥാപക അംഗവും ആദ്യ പ്രസിഡന്റുമായിരുന്ന വ്യക്തി സാം നുയോമ. അടുത്തിടെ അന്തരിച്ച ഷിയ ഇസ്മാഈലി മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ആഗാ ഖാൻ നാലാമൻ. അടുത്തിടെ അന്തരിച്ച ഷിയ ഇസ്മാഈലി മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ആഗാ ഖാൻ നാലാമൻ. 2025 ഫെബ്രുവരി 1 അന്തരിച്ച BJP നേതാവ് കിഷൻ കപൂർ. 2025 ഫെബ്രുവരി 1 അന്തരിച്ച BJP നേതാവ് കിഷൻ കപൂർ. ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.